കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് ചാപ്റ്റർ 7 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 7 ഭൂഖണ്ഡങ്ങളിലൂടെ. ഭൂഖണ്ഡങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്. ആകെ 7 ഭൂഖണ്ഡങ്ങളാണ് ഉള്ളത്. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ. 7 ഭൂഖണ്ഡങ്ങൾ ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ. ഈ ഓരോ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചും ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. ഒപ്പം സമുദ്രങ്ങൾ, എത്ര സമുദ്രങ്ങളാണുള്ളത്? 5 സമുദ്രങ്ങളാണ് ആകെ ഉള്ളത്. അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, പസഫിക് സമുദ്രം, ദക്ഷിണ സമുദ്രം. അറ്റ്ലാന്റിക്, ആർട്ടിക്, ഇന്ത്യൻ, പസഫിക് ആൻഡ് ദക്ഷിണ സമുദ്രം. ഈ മാപ്പ് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. കൃത്യമായിട്ട് ഓരോ ഭൂഖണ്ഡങ്ങളും അതിൻ്റെ അതിർത്തികളും നമ്മൾ പഠിച്ചു വെക്കണം. 5ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് അതിർത്തികൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പാഠഭാഗത്തും അത് കൃത്യമായിട്ട് ചർച്ചയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിച്ചിരിക്കണം. ഇവിടെ ഇപ്പോൾ ഏഷ്യ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ്റെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഭാഗത്ത് എന്തൊക്കെ വരുന്നു? വൻകരകളാണോ വരുന്നത്, അതോ സമുദ്രങ്ങളാണോ, ഏത് സമുദ്രമാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ ഫിഗർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോ ഭൂഖണ്ഡങ്ങളും പറയുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ആസ്ട്രേലിയ, അന്റാർട്ടിക്ക. ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖയ്ക്ക് തെക്ക് ഭാഗത്ത് ഭൂമധ്യരേഖയ്ക്ക് താഴെ വരുന്നതാണ് ദക്ഷിണാർദ്ധഗോളം. പൂർണ്ണമായിട്ടും ഈ ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങളാണ് ആസ്ട്രേലിയയും അന്റാർട്ടിക്കയും. ദെൻ ഫസ്റ്റ് ഭൂഖണ്ഡം ഏഷ്യ. ഏഷ്യയുടെ അതിർത്തി നോക്കാം. വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക് ഏതൊക്കെയാണ് വരുന്നത്? ഏഷ്യയുടെ വടക്ക് ഭാഗം, അതായത് മുകളിൽ എന്താണ് വരുന്നത്? സമുദ്രമാണ്, ആർട്ടിക് സമുദ്രമാണ് വരുന്നത്. ഇനി പടിഞ്ഞാറ് നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് ഒരു വൻകരയാണ്, യൂറോപ്യൻ വൻകരയാണ് ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത്. തെക്ക് ഭാഗത്ത് ഇന്ത്യൻ സമുദ്രം വരുന്നു. ദെൻ കിഴക്ക് ഭാഗത്ത് പസഫിക് സമുദ്രവുമാണ് വരുന്നത്. ഇത് നോക്കാം. അതിർത്തി മുകളിൽ വടക്ക് ആർട്ടിക് സമുദ്രം, താഴെ തെക്ക് ഇന്ത്യൻ സമുദ്രം, പടിഞ്ഞാറ് യൂറോപ്പും കിഴക്ക് ഭാഗത്ത് പസഫിക് സമുദ്രവും വരുന്നു. അതിർത്തി പഠിച്ചിരിക്കണം. ദെൻ ഏഷ്യ അതിർത്തി നമ്മൾ പറഞ്ഞു. ദെൻ കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡവും ഏഷ്യയാണ്. ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഭൂഖണ്ഡവും ഏഷ്യ. ദെൻ യുറാൽ പർവ്വതനിര പറഞ്ഞു. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്? വൻകരയാണ് വരുന്നത്, യൂറോപ്പാണ് വരുന്നത്. അപ്പോൾ ഏഷ്യയോട് ചേർന്ന്, സമുദ്രങ്ങളുടെ അതിർത്തിയൊന്നുമില്ലാതെ ചേർന്ന് വന്നിട്ടുള്ളൊരു വൻകരയാണ് യൂറോപ്പ്. ഈ ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്നതാണ് യുറാൽ പർവ്വതനിര. അപ്പോൾ യുറാൽ പർവ്വതനിരക്ക് കിഴക്ക് ഭാഗത്ത് ഏഷ്യയും പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? യൂറോപ്പുമാണ് വരുന്നത്. യുറാൽ പർവ്വതനിരയാണ് ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്നത്. ദെൻ ഏഷ്യയിലെ പ്രധാന പർവ്വതനിരകൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ഈ എവറസ്റ്റ് വരുന്നത് ഹിമാലയ പർവ്വതനിരയിലാണ്. ഹിമാലയ പർവ്വതനിരയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയ പർവ്വതനിരക്ക് പുറമെ മറ്റു പ്രധാന പർവ്വതനിരകളാണ് ഹിമാലയം, ഹിന്ദുകുഷ്, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. ഏഷ്യയിലെ പർവ്വതനിരകൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയം പർവ്വതനിരയിലാണ്. മറ്റു പ്രധാന പർവ്വതനിരകളാണ് ഹിമാലയം, ഹിന്ദുകുഷ്, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. ദെൻ ഏഷ്യയിലെ പ്രധാന നദികൾ. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? യാങ്സി നദിയാണ്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി യാങ്സി നദി. മറ്റു പ്രധാന നദികളാണ് സിന്ധു, ഗംഗ, ഹൊയാങ്ഹോ ചൈനയിലാണുള്ളത്. സിന്ധു, ഗംഗ, ഹൊയാങ്ഹോ നദികളൊക്കെ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ദെൻ ഏഷ്യയിലെ പ്രധാന മരുഭൂമികൾ. 2 തരം മരുഭൂമികളുണ്ട്, ഉഷ്ണ മരുഭൂമിയും ശീത മരുഭൂമിയും. ഉഷ്ണ മരുഭൂമി പറഞ്ഞാൽ ചൂടുള്ളതും, ശീത മരുഭൂമി എന്ന് പറയുമ്പോൾ സ്നോ ഒക്കെ ഉള്ള തണുപ്പുള്ള മരുഭൂമികളാണ്. ഉഷ്ണ മരുഭൂമി ഏഷ്യയിലുള്ള ഒരു ഉഷ്ണ ഉള്ള ഉദാഹരണമാണ് താർ മരുഭൂമി. താർ മരുഭൂമി ഒരു ഉഷ്ണ മരുഭൂമിക്ക് എക്സാമ്പിളാണ്. അതുപോലെ ശീത മരുഭൂമിക്ക് എക്സാമ്പിളാണ് ലഡാക്ക് മരുഭൂമി. ശീത മരുഭൂമിയാണ് ലഡാക്ക്. ദെൻ ഏഷ്യയിലെ സമതലങ്ങൾ. നദികൾ കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നതാണ് സമതലങ്ങൾ. നദികളിലൂടെ വരുന്ന എക്കൽ അതിൻ്റെ തീരങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നതാണ് സമതലങ്ങൾ. ഏഷ്യയിലെ പ്രധാന സമതലങ്ങളാണ് മഞ്ചൂരിയൻ സമതലം, സിന്ധു ഗംഗാ സമതലം. മഞ്ചൂരിയൻ സമതലവും സിന്ധു ഗംഗാ സമതലവും. ദെൻ ഏഷ്യയിലെ പീഠഭൂമികൾ. പീഠഭൂമികൾ എന്ന് പറയുന്നത് എന്താണ്? ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുറച്ച് ഉയർന്ന് താരതമ്യേന നിരപ്പായ പ്രദേശത്തെയാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. അതായത് ചുറ്റുഭാഗത്തു നിന്നും പൊതുവെ കുറച്ച് ഉയർന്നു നിൽക്കുന്നതും അതുപോലെ ഒരു താരതമ്യേന നിരപ്പായിട്ടുള്ളതുമായ പ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഈ ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ദെൻ പീഠഭൂമികൾ പ്രധാനപ്പെട്ട ഏഷ്യയിലെ പീഠഭൂമികളാണ് ഡെക്കാൻ പീഠഭൂമി, മംഗോളിയൻ പീഠഭൂമി ആൻഡ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഏഷ്യ പീഠഭൂമികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്ന താരതമ്യേന നിരപ്പായ പ്രദേശങ്ങൾ. ഡെക്കാൻ പീഠഭൂമി, മംഗോളിയൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയൊക്കെ പ്രധാന പീഠഭൂമികളാണ്. ദെൻ ഏഷ്യയിലെ കാലാവസ്ഥ. ഏഷ്യ എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖ ഭാഗത്തും പിന്നെ മുകളിൽ വടക്കു ഭാഗത്തേക്കൊക്കെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഭൂഖണ്ഡമാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ പല ഭാഗത്തും വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമാർന്ന കാലാവസ്ഥകളാണ് കാണിക്കുന്നത്. വടക്ക് ഭാഗത്ത്, അതായത് ഏഷ്യയുടെ വടക്കു ഭാഗം എന്ന് പറയുമ്പോൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് എത്തി. അപ്പോൾ അവിടെ തണുപ്പാണ്. അവിടെ ഉള്ള ഒരു രാജ്യമാണ് സൈബീരിയ എന്ന് പറയുന്നത്. ഏഷ്യയുടെ വടക്കു ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്നതായതുകൊണ്ട് അവിടെ എപ്പോഴും തണുപ്പായിരിക്കും. ദെൻ കിഴക്ക് പറയുമ്പോൾ സമുദ്രഭാഗമാണ്. ഏതാണ് കിഴക്ക് വരുന്നത്? പസഫിക് സമുദ്രമാണ് വരുന്നത്. അപ്പോൾ സമുദ്രത്തിൻ്റെ സാമീപ്യം കൊണ്ട് അവിടെ മിതമായ ചൂടും തണുപ്പും മാറി മാറി വരുന്നു. ദെൻ തെക്ക് പറയുമ്പോൾ ഭൂമധ്യരേഖയ്ക്ക് അടുത്തേക്ക് വന്നു. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുമ്പോൾ കനത്ത ചൂടും മഴയുമാണ് അവിടെ ഉണ്ടാവുക. ഭൂമധ്യരേഖയ്ക്ക് അടുത്തേക്ക് വരുന്നു തെക്ക് ഭാഗം. അപ്പോൾ കനത്ത ചൂടും മഴയാണ് അവിടെ ഉണ്ടാവുക. ദെൻ പടിഞ്ഞാറ് വരുമ്പോൾ അവിടെ സമുദ്ര സമീപമില്ല. അവിടെ അറേബ്യയൊക്കെ വരുന്നതാണ് ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗം. ചൂടും മരുഭൂമിയൊക്കെയാണ് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഏഷ്യയുടെ അതിർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കാലാവസ്ഥ പഠിക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡ്രം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡ്രം. ദെൻ ഏഷ്യയിലെ സസ്യജന്തുജാലങ്ങൾ. ഏഷ്യയിൽ കാണപ്പെടുന്ന പ്രധാന സസ്യജന്തുജാലങ്ങളാണ് റെഫ്ലേഷ്യ, ചുവന്ന പാണ്ട, ഹിമപ്പുലി, നീലക്കുറിഞ്ഞി. റെഫ്ലേഷ്യ, ചുവന്ന പാണ്ട, ഹിമപ്പുലി, നീലക്കുറിഞ്ഞി. ദെൻ യുറേഷ്യ. പറഞ്ഞു, ഏഷ്യയും യൂറോപ്പും ചേർന്ന് കിടക്കുന്ന വൻകരകളാണ്. അതിനെ വേർതിരിക്കുന്നത് യുറാൽ പർവ്വതനിരയാണ്. ഈ ഏഷ്യയെയും യൂറോപ്പ് വൻകരയെയും ചേർത്ത് പറയുന്ന പേരാണ് യുറേഷ്യ. ഏഷ്യ വൻകരയെയും യൂറോപ്പ് വൻകരയെയും ചേർത്ത് പറയുന്നതാണ് യുറേഷ്യ. ദെൻ ഏഷ്യ ഭൂഖണ്ഡം കഴിഞ്ഞു. അടുത്ത ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ അതിർത്തി നോക്കാം. ആഫ്രിക്ക വടക്ക് ഭാഗത്ത് സമുദ്രമാണ് വരുന്നത്. അതായത് യൂറോപ്പുണ്ട്. യൂറോപ്പിന് ആഫ്രിക്ക ഇടയിൽ ഒരു സമുദ്രം വരുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ദക്ഷിണ സമുദ്രം വരുന്നുണ്ട്. സൈഡിൽ ഇന്ത്യൻ സമുദ്രവും മറ്റേ തെക്ക് സൈഡിൽ അറ്റ്ലാന്റിക് സമുദ്രവും വരുന്നുണ്ട്. അപ്പോൾ അതിർത്തി നോക്കുക. വടക്ക് ഭാഗത്ത് ഞാൻ പറഞ്ഞു യൂറോപ്പ് വൻകരയുണ്ട്. അതിൻ്റെ ഇടക്ക് ആഫ്രിക്കക്കും യൂറോപ്പിനും ഇടയ്ക്കൊരു കടൽ വരുന്നുണ്ട്. ആ കടലാണ് മെഡിറ്ററേനിയൻ കടൽ. അപ്പോൾ ആഫ്രിക്കയുടെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. ദെൻ തെക്ക് ഭാഗം അറ്റ്ലാന്റിക് സമുദ്രമാണ്. തെക്കല്ല, പടിഞ്ഞാറ് ഭാഗം അറ്റ്ലാന്റിക് സമുദ്രവും താഴെ തെക്ക് ഭാഗം അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും കൂടിച്ചേരുന്ന ഭാഗമാണ്.
അപ്പോൾ കുറച്ച് അറ്റ്ലാന്റിക് സമുദ്രവും വരുന്നുണ്ട്, ഇന്ത്യൻ സമുദ്രവും വരുന്നുണ്ട് തെക്ക് ഭാഗത്ത്. ദെൻ കിഴക്ക് അറിയുമ്പോൾ ഇന്ത്യൻ സമുദ്രം, ചെങ്കടലൊക്കെയാണ് ആഫ്രിക്കയുടെ കിഴക്കൻ അതിർത്തിയായിട്ട് വരുന്നത്. ആഫ്രിക്ക വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. 1ാം സ്ഥാനം ഏഷ്യയാണ്, വലുപ്പത്തിൽ 2ാം സ്ഥാനം ആഫ്രിക്കയാണ്. ആഫ്രിക്കയുടെ പ്രത്യേകത ഭൂമധ്യരേഖ, ഉത്തരായണ രേഖ, ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അപ്പോൾ ഒത്ത നടുക്കാണ് ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും ഉത്തരായണ രേഖയും ഒക്കെ കടന്നു പോകുന്ന ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ദെൻ സാവന്ന. എന്താണ് സാവന്ന? ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് സാവന്ന. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പുൽമേടുകളെയാണ് സാവന്ന എന്ന് പറയുന്നത്. ഉഷ്ണമേഖല, അതായത് ചൂടുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പുൽമേടുകൾ, ഇതിനെയാണ് സാവന്ന എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഏതാണ് ആ മരുഭൂമി? സഹാറയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ. ആഫ്രിക്കയിലെ മറ്റു മരുഭൂമിയാണ് കലഹാരി എന്ന മരുഭൂമിയും. സഹാറയും കലഹാരിയും ആഫ്രിക്കയിലെ പ്രധാന മരുഭൂമികളാണ്. ദെൻ സമതലങ്ങൾ. സമതലങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നദികളിൽ നിന്ന് വരുന്ന എക്കൽ നിക്ഷേപം ചേർന്ന് ഉണ്ടാവുന്നതാണ് സമതലങ്ങൾ. ആഫ്രിക്കയിലെ പ്രധാന സമതലങ്ങളാണ് സുഡാനിലെ സമതലങ്ങൾ. ദെൻ ആഫ്രിക്കയിലെ നദികൾ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈൽ നദിയാണ്. നൈൽ നദി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ വൻകരയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈല്. 11 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് മെഡിറ്ററേനിയൻ കടലിലാണ് നൈൽ നദി പതിക്കുന്നത്. 11 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുന്നു. കോങ്കോ നദിയും സാംബസി നദിയും പ്രധാന മറ്റ് നദികളാണ്. ആഫ്രിക്കയിലെ പ്രധാന നദികൾ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി. 11 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുന്നു. കോങ്കോ നദിയും സാംബസി നദിയും പ്രധാന മറ്റ് നദികളാണ്. ദെൻ ആഫ്രിക്കയിലെ പർവ്വതങ്ങൾ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ് കിളിമഞ്ചാരോ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ് കിളിമഞ്ചാരോ. മറ്റ് പ്രധാന പർവ്വതങ്ങളാണ് അറ്റ്ലസ്, കെനിയ പർവ്വതനിരകൾ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന പർവ്വതം കിളിമഞ്ചാരോ. അറ്റ്ലസും കെനിയ പർവ്വതനിരകളൊക്കെ മറ്റ് ആഫ്രിക്കയിലെ പർവ്വതനിരകളാണ്. ദെൻ ആഫ്രിക്കയിലെ സസ്യജന്തുജാലങ്ങളെ നോക്കാം. ബയോബാബ് വൃക്ഷം. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പ്രധാന ഒരു വൃക്ഷമാണ് ബയോബാബ് വൃക്ഷം. അതുപോലെ കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ ഒക്കെ. ബയോബാബ് വൃക്ഷം, കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ. ദെൻ ആഫ്രിക്കയിലെ സെറൻറെറ്റിയിലെ കാലിക കുടിയേറ്റം. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് സെറൻറെറ്റിയിലെ കാലിക കുടിയേറ്റം. ഇതെന്താണെന്ന് വെച്ചാൽ സെറൻറെറ്റി അറിയുന്ന ഒരു പ്രദേശത്ത് വെച്ച് സീബ്രകളും ഗസലുകളും ഗസലുകൾ കാലികൾ ഒരു ഗ്രൂപ്പാണ്. സീബ്രകളും ഗസലുകളും മേച്ചിൽ സ്ഥലം തേടി കെനിയയ്ക്കും ടാൻസിയയ്ക്കും നീങ്ങുന്ന ഈ പ്രതിഭാസത്തെയാണ് സെറൻറെറ്റിയിലെ കാലിക കുടിയേറ്റം എന്ന് പറയുന്നത്. സെറൻറെറ്റിയിൽ നിന്ന് സീബ്രകളും ഗസലുകളും മേച്ചിൽ സ്ഥലം തേടി കെനിയയ്ക്കും ടാൻസിയയ്ക്കും നീങ്ങുന്നു. ഈ പ്രതിഭാസത്തെയാണ് സെറൻറെറ്റിയിലെ കാലിക കുടിയേറ്റം എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഉഷ്ണമേഖല മഴക്കാടുകൾ? റെയിൻ ഫോറസ്റ്റുകൾ. ഉഷ്ണമേഖല മഴക്കാടുകൾ വർഷം മുഴുവൻ ചൂടും കനത്ത മഴയും തരുന്നതാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഉഷ്ണമേഖലയിൽ വർഷം മുഴുവനും മഴ തരുന്ന, കനത്ത മഴ ഉണ്ടാകുന്ന ഫോറസ്റ്റുകളെയാണ്, കാടുകളെയാണ് ഉഷ്ണമേഖല മഴക്കാട് എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ആഫ്രിക്കയിലെ കോങ്കോ, ആമസോൺ കാടുകൾ, മലേഷ്യ, ഇന്തോനേഷ്യ കാടുകളൊക്കെ. കോങ്കോ, ആഫ്രിക്ക, ആമസോൺ, മലേഷ്യ, ഇന്തോനേഷ്യ. അപ്പോൾ ഏഷ്യ, ആഫ്രിക്ക കഴിഞ്ഞു. ദെൻ വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്ക മാപ്പ് നോക്ക്. രണ്ട് അമേരിക്കകളാണ്, വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. വടക്കേ അമേരിക്ക സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രമൊക്കെ അതിർത്തികളായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് വടക്ക് തെക്ക് വെച്ച് പഠിക്കണ്ട. അറ്റ്ലാന്റിക് സമുദ്രമാണ് ഒരു സൈഡിൽ പസഫിക് സമുദ്രം ഉണ്ടെന്ന് ഓർത്തു വെക്കുക. പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് വടക്കേ അമേരിക്ക. പസഫിക് വരുന്നത് ഈ പടിഞ്ഞാറ് സൈഡിലാണ്. അറ്റ്ലാന്റിക് വരുന്നത് ഓപ്പോസിറ്റ് കിഴക്ക് സൈഡിലും ആർട്ടിക് മുകളിലുമായിട്ട് വരുന്നു. പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിലെ പ്രധാന പർവ്വതനിരകളാണ് റോക്കിയും അപ്പലേച്ചിയനും. വടക്കേ അമേരിക്കയിലെ പ്രധാന പർവ്വതനിരകളാണ് റോക്കി ആൻഡ് അപ്പലേച്ചിയൻ.
വടക്കേ അമേരിക്കയിലെ പ്രധാന പുൽമേടാണ് പ്രയറി. വടക്കേ അമേരിക്കയിലെ പ്രധാന പുൽമേട് പ്രയറി. വടക്കേ അമേരിക്കയിലെ പ്രധാന നദികളാണ് മിസോറിയും മിസിസിപ്പിയും. വടക്കേ അമേരിക്കയിലെ പ്രധാന നദികളാണ് മിസോറി ആൻഡ് മിസിസിപ്പി. പ്രധാന ശുദ്ധജല തടാകങ്ങളാണ് പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 തടാകങ്ങൾ. വടക്കേ അമേരിക്കയിലെ ശുദ്ധജല തടാകങ്ങളാണ് പഞ്ചമഹാതടാകങ്ങൾ. ദെൻ എന്താണ് ഗ്രാൻഡ് കാന്യോൺ? ഗ്രാൻഡ് കാന്യോൺ എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു ബൃഹത് താഴ്വരയാണ്, വലിയൊരു താഴ്വരയാണ്. വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന വലിയൊരു താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ. അമേരിക്കയിലെ അരിസോണ എന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊളറാഡോ നദിയുടെ പ്രവർത്തനം മൂലമാണ് ഈ ഒരു താഴ്വര രൂപപ്പെട്ടത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സംഭവമാണ് ഗ്രാൻഡ് കാന്യോൺ. ബൃഹത് താഴ്വരയാണ്, അമേരിക്കയിലെ അരിസോണയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊളറാഡോ നദിയുടെ പ്രവർത്തനം മൂലമാണ് ഇത് രൂപപ്പെടുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ദെൻ വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ. വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന പ്രധാന സസ്യജാലങ്ങളാണ് കാലിഫോർണിയ പോപ്പി, മൂസ്, സഗാരോ കള്ളിച്ചെടി. കാലിഫോർണിയ പോപ്പി, താഴെ പിക്ചേഴ്സ് ഉണ്ട്. കാലിഫോർണിയ പോപ്പി, മൂസ് എന്ന് പറയുന്നത് ഈ ഒരു മൃഗത്തെയാണ്. ദെൻ സഗാരോ കള്ളിച്ചെടി. വടക്കേ അമേരിക്കയിലെ പ്രധാന നഗരങ്ങളാണ് ലോസ് ആഞ്ചലസ്, ന്യൂയോർക്ക്, മെക്സിക്കോ സിറ്റി. വടക്കേ അമേരിക്കയിലെ പ്രധാന നഗരങ്ങൾ ലോസ് ആഞ്ചലസ്, ന്യൂയോർക്ക്, മെക്സിക്കോ സിറ്റി. ദെൻ വടക്കേ അമേരിക്ക കഴിഞ്ഞ് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്ക വടക്കേ അമേരിക്കൻ്റെ താഴെയാണ് തെക്കേ അമേരിക്ക. മുകളിലായിട്ട് അറ്റ്ലാന്റിക് സമുദ്രം, ഒരു സൈഡിൽ പസഫിക് സമുദ്രം, ഒരു സൈഡിൽ ദക്ഷിണ സമുദ്രങ്ങളൊക്കെ വരുന്നുണ്ട്. തെക്കേ അമേരിക്ക ഭൂമിയുടെ ശ്വാസകോശം എന്ന തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ആമസോൺ കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ ആമസോൺ നദിയാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ കാടുകളാണ്. ആമസോൺ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന ആമസോൺ നദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയാണ് ആൻഡീസ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയാണ് ആൻഡീസ്. സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിൽ. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയാണ് അറ്റഗാമ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയാണ് അറ്റഗാമ മരുഭൂമി. സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. തെക്കേ അമേരിക്കയിലെ പ്രധാന സസ്യജന്തുജാലങ്ങളാണ് ആൻഡിയൻ ലൂപ്പിൻ, ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബാര. കാപ്പിബാര ഫസ്റ്റ് കാണുന്ന പിക്ചറാണ്. ലാമ ഈ ഒരു ആടിൻ്റെ വർഗത്തിൽ വരുന്ന സംഭവമാണ്. ആമസോൺ വാട്ടർ ലില്ലി ആൻഡ് ആൻഡിയൻ ലൂപ്പിൻ. തെക്കേ അമേരിക്ക കഴിഞ്ഞു. ദെൻ ചെറിയൊരു ഭൂഖണ്ഡമായ അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക നമ്മൾ പഠിച്ചു, ദക്ഷിണാർദ്ധഗോളത്തിലാണ് പൂർണ്ണമായിട്ടുള്ളത്. ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ട്രാൻസ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത് അന്റാർട്ടിക്കയെ കിഴക്കൻ അന്റാർട്ടിക്കയായിട്ടും പടിഞ്ഞാറ് അന്റാർട്ടിക്കയായിട്ടും വേർതിരിക്കുന്നതാണ് ട്രാൻസ് അന്റാർട്ടിക്ക. കിഴക്ക് അന്റാർട്ടിക്കയും പടിഞ്ഞാറ് അന്റാർട്ടിക്കയുമായിട്ട് വേർതിരിക്കുന്നു. അന്റാർട്ടിക്കയിലെ പ്രധാന ജന്തുജാലങ്ങളാണ് സീല്, പെൻഗ്വിൻസ് ആൻഡ് പായലുകൾ. സീലുകൾ, പെൻഗ്വിനുകൾ, പായലുകളൊക്കെ അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന പ്രധാന സസ്യജന്തുജാലങ്ങളാണ്. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാന ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും. വിവിധ പദ്ധതികൾ ഉദ്ദേശിച്ച് ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച പ്രധാന ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രി ആൻഡ് ഭാരതി. അന്റാർട്ടിക്ക കഴിഞ്ഞ് യൂറോപ്പിൻ്റെ അതിർത്തി ശ്രദ്ധിക്കുക. മുകളിൽ ആർട്ടിക് സമുദ്രം, സൈഡിൽ അറ്റ്ലാന്റിക് സമുദ്രം, താഴെ മെഡിറ്ററേനിയൻ കടൽ വരുന്നുണ്ട്, കിഴക്ക് ഏഷ്യയും വരുന്നുണ്ട്. ആർട്ടിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും താഴെ മെഡിറ്ററേനിയൻ കടൽ, ദെൻ ഏഷ്യയും അതിർത്തി പങ്കിടുന്നുണ്ട്. യൂറോപ്പിലെ പ്രധാന നദികളാണ് ഡാന്യൂബ്, വോൾക്ക ആൻഡ് റൈന്. യൂറോപ്പിലെ പ്രധാന നദികളാണ് ഡാന്യൂബ്, വോൾക്ക, റൈന്.
യൂറോപ്പിലെ പ്രധാന പർവ്വതനിരകളാണ് ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ. യൂറോപ്പിലെ പ്രധാന പർവ്വതനിരകളാണ് ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ. യൂറോപ്പിലെ പ്രധാന കൊടുമുടികളാണ് മൗണ്ട് ബ്ലാക്ക്. ആൽപ്സിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ബ്ലാക്ക്. ആൽപ്സ് പർവ്വതനിരയിലാണ് മൗണ്ട് ബ്ലാക്ക് സ്ഥിതി ചെയ്യുന്നത്. ആൽപ്സിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഈ മൗണ്ട് ബ്ലാക്ക്. യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന പുൽമേടാണ് സ്റ്റെപ്പി. യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന പുൽമേടാണ് സ്റ്റെപ്പി. ദെൻ യൂറോപ്പിലെ ഒരു സംഭവമാണ് ഫിജോർഡ് അല്ലെങ്കിൽ ഫിയോർഡ് എന്നും വായിക്കും. ഹിമാനികളാൽ രൂപപ്പെടുന്ന കുത്തനെ ചെരിഞ്ഞ പർവ്വതങ്ങൾക്കിടയിലെ ഇടുങ്ങിയ കടൽ തീരങ്ങളെയാണ് ഫിജോർഡ് അല്ലെങ്കിൽ ഫിയോർഡുകൾ എന്ന് പറയുന്നത്. ഹിമാനികളാൽ രൂപപ്പെട്ട് കുത്തനെ ചെരിഞ്ഞ പർവ്വതങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ കടൽ തീരങ്ങളെയാണ് എന്ന് പറയുന്നത്. ഇടുങ്ങിയ പർവ്വതങ്ങൾക്കിടയിൽ ഇടുങ്ങിയിട്ടുള്ള കടൽ തീരങ്ങളെയാണ് ഫിജോർഡ് അല്ലെങ്കിൽ ഫിയോർഡുകൾ എന്ന് പറയുന്നത്. യൂറോപ്പിലെ സസ്യജന്തുജാലങ്ങൾ കോർക്ക് ഓക്ക് മരം, ലിങ്കസ്, ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്. യൂറോപ്പിലെ സസ്യജന്തുജാലങ്ങൾ കോർക്ക് ഓക്ക് മരം, ലിങ്കസ്, ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്. യൂറോപ്പിലെ പ്രധാന നഗരങ്ങളാണ് ലണ്ടൻ, പാരീസ്, ബെർലിൻ. പ്രധാന നഗരങ്ങളാണ് ലണ്ടൻ, പാരീസ്, ബെർലിൻ. ദെൻ ആസ്ട്രേലിയ. ആസ്ട്രേലിയയുടെ പസഫിക് സമുദ്രത്താലും ഇന്ത്യൻ സമുദ്രത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ആസ്ട്രേലിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ. ഏറ്റവും വലുത് ഏഷ്യയും ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ആസ്ട്രേലിയയുമാണ്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നതുമാണ് ആസ്ട്രേലിയ. അന്റാർട്ടിക്കയും അതുപോലെ തന്നെയാണ്, പൂർണ്ണമായിട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അതുപോലെ വരുന്ന മറ്റൊരു ഭൂഖണ്ഡമാണ് ആസ്ട്രേലിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം, പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടത്, പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരകളാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. പർവ്വതനിരകളാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ആസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ. ആസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ. ആസ്ട്രേലിയയിലെ പ്രധാന നദീതടമാണ് മുറേ ആൻഡ് ഡാർലിംഗ്. ആസ്ട്രേലിയയിലെ പ്രധാന നദീതടമാണ് മുറേ, ഡാർലിംഗ്. പ്രധാന പവിഴപ്പുറ്റാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. ഒരുപാട് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. ആസ്ട്രേലിയയിലെ സസ്യജന്തുജാലങ്ങൾ. ആസ്ട്രേലിയയിൽ കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങൾ മാർസുപിയലുകൾ. മാർസുപിയലുകൾ എന്ന് പറയുന്ന ഒരു ജന്തു വിഭാഗമാണ്. അതിൽ ഉൾപ്പെടുന്നതാണ് കങ്കാരുകളും കൊആല എന്ന് പറയുന്ന ഒരു ജന്തുക്കളും. മാർസുപിയലുകൾ ഒരു ജന്തു വിഭാഗമാണ്. അതിൽ ഉൾപ്പെടുന്നതാണ് കൊആല ആൻഡ് കങ്കാരു. പിന്നെ പ്ലാറ്റിപ്പസും എക്കിഡ്നയും. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. മുട്ടയിടുന്ന സസ്തനികളാണ് പ്ലാറ്റിപ്പസും എക്കിഡ്നയും. ഇവ കാണപ്പെടുന്നത് ആസ്ട്രേലിയയിലാണ്. ദെൻ സസ്യങ്ങളാണ് വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യ, യൂക്കാലിപ്റ്റസ് ഒക്കെ ആസ്ട്രേലിയയിൽ കാണപ്പെടുന്നു. ആസ്ട്രേലിയയിലെ സസ്യജന്തുജാലങ്ങളാണ് മാർസുപിയലുകൾ, കങ്കാരു, കൊആല, പ്ലാറ്റിപ്പസ് ആൻഡ് എക്കിഡ്ന. മുട്ടയിടുന്ന സസ്തനികളാണ് അക്കേഷ്യ, വാറ്റിൽ, യൂക്കാലിപ്റ്റസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. കുറച്ച് വലിയ പാഠമാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ഈ 3 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് റീപ്ലൈ ചെയ്യാതെ റീകാൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യണം. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ ആരുടെ കൃതിയാണ്? ക്വസ്റ്റ്യന് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ ആരുടെ കൃതിയാണ്? ദെൻ മിസോറി, മിസിസിപ്പി ഏത് ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന നദികളാണ്? മിസോറി, മിസിസിപ്പി ഏത് ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന നദികളാണ്? പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതൊക്കെ? പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതൊക്കെ? താങ്ക് യു. അടുത്ത പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.